ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെന്താണെന്നല്ലേ? ഇന്ന് നിർമ്മലപുരം അഥവാ കരുവള്ളിക്കാട് കുരിശുമല കയറ്റത്തെ പറ്റിയാണ്. കുരിശുമലയിലേക്ക് പോകുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ 14 സ്റ്റേഷനുകളിലും അതിൽ 10 സ്റ്റേഷനുകളിലും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഓരോ മെഴുകുതിരിയും കത്തിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മലയിൽ നിന്നും തിരിച്ചിറങ്ങി വരുമ്പോൾ വടികൾ തിരികെ കൊണ്ടുവരാനും താഴത്തെ പന്തലിൽ അത് കൊണ്ടുവന്ന് വയ്ക്കുവാനും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. മലയുടെ വിവിധ ഭാഗങ്ങളിൽ വോളണ്ടിയേഴ്സ് നിലയുറപ്പിച്ചിരിക്കും. ആർക്കെങ്കിലും സാധാരണയിൽ കവിഞ്ഞ ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മടി കൂടാതെ വോളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായാൽ വോളണ്ടിയേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് അച്ഛൻ പറയുന്നത്. കൂടാതെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത വരികയും സന്ദേശം നൽകുകയും ചെയ്തതിന് ശേഷമാണ് കുരിശുമല കയറ്റം തുടങ്ങുന്നത്. പ്രദക്ഷിണമായി മലയുടെ അടിവാരത്തിൽ വന്നതിന് ശേഷം മല കയറുന്ന ഭാഗമാണ് ഇത്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ 14 സ്ഥലങ്ങളും പോസ്റ്ററുകളായി വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം മെഴുകുതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. മല കയറാനുള്ള സൗകര്യത്തിനു വേണ്ടി വടികൾ അവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീപ്പായിട്ടുള്ളിടത്തും തെന്നുന്നിടത്തുമൊക്കെ വടം കെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ. കയറാൻ നേരം പിടിക്കാനുള്ള കുരിശും അവിടുന്ന് തരും. എല്ലാം തിരിച്ചേൽപ്പിക്കണമെന്ന് മാത്രം. പിന്നീട് കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. പൈസയൊന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് നേർച്ചക്കഞ്ഞി കഴിച്ചിട്ട് വിശ്രമിച്ചിട്ട് പോരാവുന്നതേ ഉള്ളൂ. ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കണമെന്നുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. അതിമനോഹരവും കയറിയാൽ പ്രാർത്ഥിക്കാൻ തോന്നിപ്പോകുന്നതുമായ സെൻറ്റ് ജോർജ് കാത്തലിക് ചർച്ച് ചുങ്കപ്പാറയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതും അവിടെയാണ് അവസാനിക്കുന്നതും.